ഈ ഒരു തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മാത്രം ആഘോഷിക്കേണ്ട ഒരു തിരുനാളല്ല. ഇതൊരു ജീവിത ശൈലിയായി നീ കൂടെ കൊണ്ട് നടക്കണം. ചങ്കിൽ നിന്ന്, അല്ലെ, ആ ഛായാചിത്രത്തിലെ ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്ന് താഴേക്കൊഴുകുന്ന 2 രശ്മികളുണ്ട്. ഒന്ന് വെള്ള നിറത്തിലുള്ളത്, ചിലയിടങ്ങളിൽ അത് നീലയായി കാണാറുണ്ട്. മറ്റൊന്ന് ചുവന്ന നിറത്തിലുള്ളത്. ഈ 2 രശ്മികളെ കർത്താവിൻ്റെ 2 കൂദാശകളായി കാണാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാൻ. ഈ തിരുനാൾ ഒരു ദിവസം ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിൽ ഉടനീളം നീ കൊണ്ടു നടക്കേണ്ട ഒരു ശൈലിയാണെന്ന് നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ്. കരുണയുടെ മകനായി, മകളായി നിന്റെ ജീവിതം മുഴുവനും ജീവിക്കാൻ നീ തയ്യാറാണ്. കർത്താവ് ഈശോ മിശിഹായുടെ ദൈവ കരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദൈവ കരുണയുടെ ഞായറായി ആഘോഷിക്കണം എന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ദൈവമായ കർത്താവ് നൽകിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആഹ്വാനം ചെയ്തു. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മാത്രം ആഘോഷിക്കേണ്ട ഒരു തിരുനാളല്ല. ഇത് ഒരു തിരുനാളായി തരം താഴ്ത്താതെ ഇതൊരു ജീവിത ശൈലിയായി നീ കൂടെ കൊണ്ട് നടക്കണം എന്നാണ് ദൈവകരുണയുടെ ഛായാചിത്രം നമ്മളോട് ഓരോരുത്തരോടും പറയാതെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതെ പ്രിയമുള്ളവരെ, ഈ ഛായാചിത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചങ്കിൽ നിന്ന്, അല്ലെ, ആ ഛായാചിത്രത്തിലെ ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്ന് താഴേക്കൊഴുകുന്ന 2 രശ്മികളുണ്ട്. ഒന്ന് വെള്ള നിറത്തിലുള്ളത്, ചിലയിടങ്ങളിൽ അത് നീലയായി കാണാറുണ്ട്. മറ്റൊന്ന് ചുവന്ന നിറത്തിലുള്ളത്. ഈ 2 രശ്മികളെ കർത്താവിൻ്റെ 2 കൂദാശകളായി കാണാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാൻ. ഒന്ന്, കർത്താവ് ഈശോ മിശിഹായുടെ പാപമോചനത്തിൻ്റെ കൂദാശയായ കുംഭസാരം. 2, കർത്താവ് ഈശോ മിശിഹായുടെ അതിസ്നേഹത്തിൻ്റെ കൂദാശയായ ദിവ്യകാരുണ്യം. ഈ തിരുനാൾ ഒരു ദിവസം ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിൽ ഉടനീളം നീ കൊണ്ടു നടക്കേണ്ട ഒരു ശൈലിയാണെന്ന് നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവകരുണയുടെ ഛായാചിത്രം നമ്മെ ഓരോരുത്തരെയും നോക്കി ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: കരുണയുടെ മകനായി, മകളായി നിന്റെ ജീവിതം മുഴുവനും ജീവിക്കാൻ നീ തയ്യാറാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നല്ല കുമ്പസാരം നടത്തണം. പാപം ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷെ പാപം ചെയ്യുമ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ടാകും. ആ വിങ്ങല് മാറണം എന്ന ആഗ്രഹത്തോടു കൂടെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണം. കർത്താവിങ്കൽ തിരിച്ചു വന്ന് കർത്താവിനോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയായ ദിവ്യകാരുണ്യം ഈ ശരീരത്തിലേക്ക് നാം സ്വാംശീകരിക്കണം. എന്നിട്ട് കരുണയുടെ മകനായി, മകളായി കർത്താവെ ഞാൻ ജീവിക്കും എന്ന് പ്രഖ്യാപിക്കണം. അതൊരു ദിവസം മാത്രമല്ല, ആജീവനാന്തം അങ്ങനെ ജീവിക്കും എന്ന പ്രഖ്യാപനം തമ്പുരാന് കൊടുക്കുക. ആ പ്രഖ്യാപനം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. വീണു പോകുമ്പോൾ ഓടി കർത്താവിൻ്റെ കുമ്പസാരക്കൂടിനെ ആശ്രയിച്ച് വീണ്ടും അതിതീവ്രമായ തീഷ്ണതയോടെ, ശക്തിയോടുകൂടെ ദിവ്യകാരുണ്യം ഈ ചങ്കിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ ഓടണം. വീഴും, എഴുന്നേൽക്കണം, സമീപിക്കണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം, വീണ്ടും ഓടണം. വീഴ്ചകൾ പലതുണ്ടാകും. പക്ഷെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാതെ വീഴ്ചയിൽ തന്നെ തുടരരുത് എന്ന് ദൈവകരുണയുടെ ഛായാചിത്രം നമ്മെ ഓരോരുത്തരെയും നോക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഈ പുതു ഞായറാഴ്ച കർത്താവ് ഈശോ മിശിഹായുടെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടെയുണ്ട്. നീ എൻ്റെ കരുണ ജീവിതത്തിൽ പാലിക്കുന്നവനാണോ? നീ എൻ്റെ കരുണ ജീവിതത്തിൽ പാലിക്കുന്നവനാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്തില്ല, നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷെ എനിക്ക് നിന്നെ കാണാൻ പറ്റും, നിനക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. അതെ, വേഷപ്രച്ഛന്നനായി അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അത് തന്നെയാണല്ലോ ഉദ്ധാനം ചെയ്ത ക്രിസ്തുനാഥൻ ശിഷ്യന്മാരുടെ മുമ്പിലും ആദ്യം നടത്തിയത്. മഗ്ദലേന മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഈശോയായിട്ടാണോ? അല്ലല്ലോ, തോട്ടക്കാരനായിട്ടല്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ?
ഈശോയായിട്ടാണ്? അല്ലല്ലോ, ഒരു വഴിയാത്രക്കാരനായിട്ടല്ല. തിബേരിയൂസ് കടൽ തീരത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഈശോയായിട്ടാണ്? അല്ലല്ലോ, ഒരു അപരിചിതനായിട്ടല്ല. എന്തുകൊണ്ടാണ് അവൻ ചില ഭാവങ്ങൾക്കുള്ളിൽ ഒളിച്ചു നിൽക്കാൻ പരിശ്രമിച്ചത്? അത് ഒളിച്ചു നിൽപ്പായിരുന്നില്ല, മറിച്ച് ഒളിച്ചു നിന്ന് അവരെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. തൻ്റെ കൂടെ അവർ നടന്നപ്പോൾ താൻ അവരിലേക്ക് പകർന്നു നൽകിയ വലിയ ഗുണമായ കരുണ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഈശോ ഒളിഞ്ഞു നിന്ന് പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധനയിൽ ഈശോ വിജയിക്കുന്നുണ്ട്. തോട്ടക്കാരനോട്, കേവലം തോട്ടക്കാരനോട്, തോട്ടത്തിൻ്റെ ഉടമസ്ഥനല്ല, തോട്ടത്തിലെ പണിക്കാരനോട് മറിയം എന്തൊരു ബഹുമാനത്തോടെയാണ് ഇടപഴകുന്നത്. പ്രഭോ, അങ്ങ് എൻ്റെ കർത്താവിനെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? കാണിച്ചു തന്നാൽ മതി, ഞാൻ പോയി എടുത്തോളാം. പ്രിയമുള്ളവരെ, നമ്മളായിരുന്നെങ്കിൽ എടോ എൻ്റെ കർത്താവിനെ എവിടെയാണോ എടുത്തുകൊണ്ടിരുന്നത്, കൊണ്ടുപോടോ എന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ ഈ മഗ്ദലന മറിയത്തിൻ്റെ മനോഭാവം എത്രയോ ആദരസൂചകമായിരുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ രാത്രിയായപ്പോൾ അവൻ അവരെ കടന്നു പോകാനായിട്ട് ഭാവിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കണം. താമസിക്കാൻ താല്പര്യമില്ലാത്തവനെ താമസിപ്പിക്കുമ്പോൾ അവൻ ഒരുക്കമില്ലാതെ വന്നവനാണെന്ന് കൃത്യമാണ്. അതുകൊണ്ട് അവനെ താമസിപ്പിക്കാൻ ക്ഷണിക്കുമ്പോൾ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകും. ഭക്ഷണം പങ്കുവയ്ക്കേണ്ടതായിട്ട് വരും, സാധന സാമഗ്രികൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അവർ നൽകാൻ തയ്യാറായപ്പോൾ ക്രിസ്തു അവനെ തന്നെ അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ച് നിരാശയിൽ നിൽക്കുമ്പോൾ ഒരു അപരിചിതൻ്റെ വാക്കിന് പത്രോസ് പരിഗണന കൊടുത്തപ്പോൾ പ്രിയമുള്ളവരെ, അവനെ തന്നെ പത്രോസിൻ്റെ മുമ്പിലും വെളിപ്പെടുത്തിയില്ല. കടലിൻ്റെ മുക്കും മൂലയും അറിയാവുന്നവൻ അവിടെ പലതവണ ഇട്ടതാണ്, അവിടെ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും കേവലം ഒരു അപരിചിതൻ്റെ വാക്കിന് വില കൊടുത്തപ്പോൾ ആ അപരിചിതൻ്റെ ഭാവത്തിൽ നിന്നിരുന്ന ക്രിസ്തു അവനെ തന്നെ പത്രോസിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതത്തിലൂടെ 3 വർഷക്കാലം പകർന്നു നൽകിയ വലിയ പുണ്യങ്ങൾ അവർ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുനാഥൻ നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ വിട്ടുപിരിയാത്ത സാന്നിധ്യമായി അവൻ ഉണ്ട് എന്ന സത്യം മറക്കരുത്. പലപ്പോഴും അവനെ തന്നെ നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താ? അവൻ പകർന്നു നൽകിയ പലതും നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നില്ല. ആയതിനാൽ ക്രിസ്തുനാഥൻ നമ്മോട് ചെയ്യുന്ന ആഹ്വാനം ഇത്രമാത്രം: നന്നായി കുമ്പസാരിച്ച് നല്ല രീതിയിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഞാനും നീയുമായി നല്ലൊരു ബന്ധം, വിശുദ്ധമായ ബന്ധം സ്ഥാപിച്ച് നീ മുന്നോട്ട് പോകുക. എൻ്റെ കരുണ നിൻ്റെ വാക്കിലൂടെ, നോട്ടത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങും. പ്രിയമുള്ളവരെ, ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മൾ കൊടുക്കുന്നൊരു പേരുണ്ട്. എന്താണ്? ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും ഹോളി കമ്മ്യൂണിയനാണ്. കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ ബന്ധം, വിശുദ്ധമായ ബന്ധം. അതെ, നല്ല കുമ്പസാരത്തിലൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവവുമായി ഒരു വിശുദ്ധ ബന്ധം സ്ഥാപിക്കുകയാണ്. ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു ബന്ധം. ആ ബന്ധത്തിൻ്റെ ഉള്ളിൽ എന്നുമായിരിക്കാൻ, അങ്ങനെ കരുണയുടെ മകനായി, മകളായി എന്നും വ്യാപരിക്കാൻ ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ തന്നെ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ അതിന് ശക്തമായി ഒരുക്കട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.